ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ കേരള പോലീസ് സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു കർമ്മ പരിപാടിക്ക് കേരള പോലീസ് നേതൃത്വം കൊടുക്കുകയാണ്. മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. കേരള പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുന്ന ഒരു കർമ്മ പരിപാടിക്കാണ് രൂപം കൊടുക്കുന്നത്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപരമായ പരിവർത്തനമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം നൽകാനും ജനാധിപത്യ പോലീസ് എന്ന സങ്കല്പത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന ഫീലിംഗ് എല്ലാ പൗരന്മാർക്കും ഉണ്ടാകുക, അവർക്ക് പോലീസ് സ്റ്റേഷനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുക, അതുപോലെ പോലീസുകാർക്കും എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന വികാരത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള അവസരം നൽകുക. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ട്ലി ആക്കുക എന്ന ലക്ഷ്യമാണ് ജനങ്ങളുടെ പരാതികളും ആവലാതികളും സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്ന ഒരു സംവിധാനം ഇതോടൊപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലെ പോലീസിൽ വരുത്തുന്ന ഒരു വലിയ മാറ്റമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് സ്റ്റേഷൻ്റെ ചുമതല SHOമാരുടെ ചുമതല സർക്കിൾ ഇൻസ്പെക്ടർമാർക്കായിരുന്നു. പണ്ട് ഈ ചുമതല SIമാർക്കായിരുന്നു. ഞങ്ങൾ ഈ രണ്ട് കാലഘട്ടത്തിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ DGPയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെച്ചിരുന്നു. ആ കമ്മിറ്റി വളരെ വിശദമായ പരിശോധന നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് നൽകാനും CIമാർക്ക് 3-4 പോലീസ് സ്റ്റേഷനുകളുടെ സൂപ്പർവൈസറി പൊസിഷൻ നൽകാനും ഉള്ള ശുപാർശയാണ് ലഭിച്ചത്. ഗവൺമെൻറ് അത് അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്ന തീരുമാനമെടുത്തു. അപ്പോൾ അതിൽ ഒരു സമൂലമായ പരിവർത്തനമാണ് ഇപ്പോൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. സബ് ഇൻസ്പെക്ടർമാരായി നേരിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന യുവതികൾക്ക് പുതിയ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ലഭിക്കുന്നത് അവരുടെ കാര്യക്ഷമതയെയും എടുക്കാനുള്ള കഴിവിനെയും ശക്തമാക്കുമെന്നാണ് DGP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിലെ 484 ലോ ആൻഡ് ഓർഡർ പോലീസ് സ്റ്റേഷനുകളുടെയും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ തങ്ങളുടേതു കൂടിയാണ് എന്ന് ബോധ്യപ്പെടാനും ജനകീയ പോലീസിംഗ് എന്ന ആശയം കൂടുതൽ ദൃഢമാക്കാനും ഇത് ഉപകരിക്കും. കേരളത്തിലെ 419 പോലീസ് സ്റ്റേഷനുകളിലാണ് ഓഗസ്റ്റ് 15 മുതൽ SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നത്. അതേസമയം വളരെയധികം പ്രാധാന്യമുള്ള 64 പോലീസ് സ്റ്റേഷനുകൾ SHOമാരായി സർക്കിൾ ഇൻസ്പെക്ടർമാർ തുടരും. ഉദാഹരണമായി തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ തിരക്കേറിയ നമ്മുടെ സിറ്റികളിൽ ഉൾപ്പെടെയാണ് ഈ 64 പോലീസ് സ്റ്റേഷൻ. മുല്ലപ്പെരിയാറിൻ്റെ നിർണായകവും തന്ത്രപരവുമായ പ്രാധാന്യം കൊടുത്ത് ആ സ്റ്റേഷൻ്റെ ചുമതല SHOയുടെ ചുമതല DYSPക്കായിരിക്കും. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ രൂപീകരിച്ചത്. അന്നും DYSPക്കായിരുന്നു അതിൻ്റെ ചുമതല. ഇപ്പോഴത് തുടരും.
ഇതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടതുമായൊരു കാര്യം, കേരളത്തിലെ 63 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരാകാൻ പോകുന്നത് വനിതാ സബ് ഇൻസ്പെക്ടർമാരായിരിക്കും. അപ്പോൾ 63 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല വനിതാ സബ് ഇൻസ്പെക്ടർമാർക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി എടുക്കുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർമാരെ SHOമാരായി നിയമിക്കുമ്പോൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും മീൻസ് ഒരു ഓവറോൾ സൂപ്പർവിഷനുള്ള അധികാരം സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ 200 പോലീസ് സർക്കിളുകൾ രൂപീകരിക്കുകയാണ്. അവരായിരിക്കും മൊത്തത്തിൽ അവരുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളുടെ നിരീക്ഷണവും മാർഗനിർദ്ദേശങ്ങളും നേതൃത്വവും നൽകുന്നത്. ഇനി മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പദ്ധതിയുടെ സവിശേഷതകൾ ഞാനൊന്ന് വിശദീകരിക്കാം. പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെയും അഭിമാനത്തെയും അവകാശത്തെയും മാനിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ നൽകിക്കൊണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്ന പൗരൻ്റെ സംതൃപ്തി ഉറപ്പാക്കുക എന്നതാണ് എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ എന്നിങ്ങനെ കസ്റ്റോഡിയൽ ക്രൈംസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ അടുത്ത സുപ്രധാനമായ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും അപരിഷ്കൃതമായ നടപടികളൊന്നാണ് കസ്റ്റോഡിയൽ ക്രൈംസ്. ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ആരുടെ നേരെ മൂന്നാം മുറ പ്രയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് നിയമവിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്. കുറ്റകൃത്യം തെളിയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങളും സമീപനങ്ങളും. അതുകൊണ്ട് തന്നെ കസ്റ്റോഡിയൽ ക്രൈംസ് ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിരിക്കും മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ SHOമാരായി വരുന്ന SIമാർക്കെല്ലാം ഒരു ഓറിയൻറ്റേഷൻ ട്രെയിനിങ് നൽകണം. പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഘട്ടം ഘട്ടമായി ഓറിയൻറ്റേഷൻ ട്രെയിനിങ് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്.